അപ്പോൾ നമ്മളിപ്പോൾ ഹൗസ് ബോട്ടേ കയറാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ട് ഫാമിലി മെമ്പേഴ്സ്. ഇപ്പോൾ ഞങ്ങളും കയറാൻ പോവാം. നിങ്ങളൊന്ന് ഞങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ കയറാൻ പോകുന്ന ഹൗസ് ബോട്ട് അതാണ്. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഞങ്ങൾക്ക് കാണാൻ തോന്നുന്നു. അവിടെയാണ് ഇതേ നമ്മുടെ കുഞ്ഞാപ്പിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇനി ഞങ്ങളും അകത്തോട്ട് കയറട്ടെ. നമ്മളിത് ക്രിസ്മസിൻ്റെ അന്നത്തെ തന്നെയാണ്. ഇത് സെക്കൻഡ് പാർട്ടായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. കുമരകത്താണ് നമ്മൾ ബോട്ടിങ്ങിന് കയറിയേക്കുന്നത്. അജിത് ആ ബോട്ടിലേക്ക് കയറുന്നുണ്ട്. ബോട്ടിൽ എല്ലാവരും ഉണ്ട്. ഏട്ടൻ, എൻ്റെ മൂത്ത മോൻ, കൊച്ചച്ഛൻ, അമ്മ, എൻ്റെ കുഞ്ഞാവ, എൻ്റെ അച്ഛൻ, ചിറ്റ, അമ്മൂമ്മ എല്ലാവരും കയറി. ഇനി നമ്മൾ ഹൗസ് ബോട്ട് നീങ്ങാൻ തുടങ്ങുന്നു. സാനിറ്റൈസറൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാ സേഫ്റ്റി എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഫാമിലി ആയ കാരണമാണ് ഇപ്പോൾ മാസ്ക് വെക്കാത്തത്. ഇനി നമുക്ക് ബോട്ടിൻ്റെ അകമെല്ലാം ഒന്ന് കാണാം. ഇതാണ് ലിവിങ് ഏരിയ, ഇതാണ് ഡൈനിങ് റൂം. അപ്പം പിന്നെ നമ്മളിപ്പം മുറിയിലോട്ട് പോവാണ്. കമോൺ, നല്ല കോമഡി കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. നോക്കിക്കേ, അങ്ങോട്ട് തിരിച്ചേ. ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുവാണ്. ഫാന്, AC എല്ലാം ഉണ്ട്. ഇതാണ് ഈ ബോട്ടിൻ്റെ അകത്തെ ടോയ്ലറ്റ്. നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റാണിത്. ബോട്ടിൻ്റെ അകത്ത് എല്ലാവരുടെയും കൂടെ നല്ല ശബ്ദമുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതാണ് വാഷ് ബേസിൻ, ഹാൻഡ് വാഷ് ഒക്കെ കഴിയാനുള്ളത്. ഇതാണ് നമ്മുടെ കിച്ചൺ. ബോട്ടിലെ ചേട്ടൻ ഞങ്ങൾക്ക് ചായ ഇടാനുള്ള പാലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അവിടെ വലിയൊരു ഹൗസ് ബോട്ട് കിടപ്പുണ്ട്. അത് എത്ര ബെഡ്റൂമാ? 4 ബെഡ്റൂമിൻ്റെ ഹൗസ് ബോട്ട്. അജി അവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. കായലിൻ്റെ 2 വശത്തുമായി കുറേ ഹൗസ് ബോട്ടുകൾ കിടപ്പുണ്ട്. ഇതെല്ലാം ഹോം സ്റ്റേകളാണ്. ഇപ്പം ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്ത കാരണം മിക്കതും കാലിയായി കിടക്കുക. വലിയ വലിയ
കായലിൽ നിന്നും നമ്മളിപ്പോൾ മെയിൻ ലേക്കായ വേമ്പനാട്ട് കായലിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേമ്പനാട്ട് കായലാണ്. ഇപ്പോൾ കായലിൽ പോളയാണ് ഇപ്പോൾ പൊങ്ങി കിടക്കുന്നത്. അത് ഹൗസ് ബോട്ട് യാത്രയ്ക്കൊക്കെ ഉള്ള തടസ്സമുള്ളൊരു സംഭവം. ആഫ്രിക്കൻ പായൽ. ഗവൺമെന്റ് ബോട്ടുകളാണ്. അതാണ് പാതിരാമണൽ ദ്വീപ്. ഇപ്പൊ നമ്മൾ ആലപ്പുഴ എത്തി. ചീനവല ഇട്ടേക്കുന്നതാണ്. നമ്മളിപ്പോൾ ആലപ്പുഴ എത്തി. ചീനവല ഇട്ടേക്കുന്നതാണ്. സ്പീഡ് ബോട്ട് വരുന്ന ഇവിടെ കിടക്കുന്ന ഹൗസ് ബോട്ടിലെ പാസഞ്ചേഴ്സിനെ കൊണ്ടാണ് സ്പീഡ് ബോട്ട് വന്നത്. സ്പീഡ് ബോട്ട് പോകുമ്പോൾ നല്ലതായിട്ട് ഓളം അടിക്കുന്നുണ്ട്. പഴയ മോഡൽ മൊത്തം പരമ്പര. ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറി. നമ്മൾ വേമ്പനാട് കായൽ എല്ലാം ചുറ്റിക്കറങ്ങി തിരിച്ച് നമ്മൾ കുമരകം ബോട്ട് ജെട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പാതിരാമണൽ ദ്വീപിലൊക്കെ ഞങ്ങൾ പോയി. അതിമനോഹരമായ സ്ഥലമാണ്, എല്ലാവരും വന്ന് കാണണം. ദ്വീപിൽ പോയില്ല, ദ്വീപിന്റെ അടുത്തൂടെ പോയി. ദ്വീപ് മീൻസ് ദ്വീപിൻ്റെ അടുത്തെല്ലാം ചുറ്റിക്കറങ്ങി. ദ്വീപിനകത്തെ ഉള്ളിലേക്ക് കയറിയില്ല. അത് കുറച്ചുകൂടെ ടൈം എടുക്കും, 2 മണിക്കൂർ അതിനുള്ളിൽ. ഡബിൾ ഡെക്കർ ബോട്ടൊക്കെ ഇവിടെ കിടപ്പുണ്ട്. വലിയ വലിയ ബോട്ടുകളും ഒക്കെ കിടപ്പുണ്ട്.
നമ്മൾ ഇറങ്ങാനുള്ള സ്ഥലമെത്തി. ഓക്കെ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പം ഇങ്ങനെ വണ്ടിയിലോട്ട് കയറാൻ പോവാം. എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ 3 മണിക്കൂറുണ്ടായിരുന്നു ബോട്ടിൽ. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.